മലയാളി പ്രേക്ഷകർ എന്ന് മാത്രം പറഞ്ഞ് ചെറുതാക്കുന്നില്ല. ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു വമ്പൻ പടത്തിൻ്റെ മൂന്നാമത്തെ പാർട്ട്, ദ കൺക്ലൂഷൻ എന്ന് അല്ലെങ്കിൽ ഫൈനൽ ചാപ്റ്റർ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ ആദ്യം അനൗൺസ് ചെയ്തതെങ്കിലും ഇപ്പോൾ അത് ആ ഒരു പേര് യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന് മുമ്പോട്ട് പോകുമോ എന്നുള്ള കാര്യം അറിയത്തില്ല, ഇതോടുകൂടി നിൽക്കുമോ എന്നുള്ള കാര്യം അറിയത്തില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ദൃശ്യം 3യെ കുറിച്ചാണ്. ദൃശ്യം 3യുടെ ടീസർ ഇപ്പോൾ റിലീസാകാൻ പോവുകയാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് 4:58 സമയത്തിനാണ്. 5 മണിക്ക് ഇതിൻ്റെ ടീസർ റിലീസാവും. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. വളരെ എക്സൈറ്റഡ് ആണ്. ജോർജ് കുട്ടിയും ഫാമിലിയും ഇനി എന്തൊക്കെ പരിപാടികൾ കാണിച്ചാണ് മുമ്പോട്ട് രക്ഷപ്പെടാൻ പോകുന്നത്. നമ്മുടെ IG ഗീതയും അതുപോലെ ഹസ്ബൻഡും അവരുടെ അടുത്ത മൂവ്സ് എന്താണെന്ന് അറിയാനും ഒക്കെയാണ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണെന്നുള്ളത് കണ്ടറിയാം. ജിത്തു ജോസഫ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഇതൊരു മുമ്പത്തെ സിനിമകൾ പോലൊരു ത്രില്ലർ അല്ല, ഇത് പക്കാ ഡ്രാമയാണെന്ന് പറഞ്ഞിരുന്നു. സെക്കൻഡ് ഇറങ്ങിയ സമയത്തും അതുപോലൊക്കെ തന്നെയാണ് പറഞ്ഞത്. എന്നാൽ അതൊരു വമ്പൻ ഒരു ഹൈ തരുന്നൊരു പടമായിരുന്നു. ആ ഒരു ഹൈ നമ്മൾ എക്സ്പെക്റ്റേഷൻ്റെ ഒരു ഹൈപ്പ് കുറയ്ക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒറ്റ സങ്കടമേ ഉള്ളൂ, മുമ്പിറങ്ങിയ 2 സിനിമകളും ജിത്തു ജോസഫിൻ്റെ നിരാശയായിരുന്നു ഫലം. അപ്പം അതുപോലെ ആവരുതേ എന്നുള്ള ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഒരു ഗംഭീര പടമായി മാറണം, അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. ലൈക്ക് ചെയ്തതിന് ശേഷം ഹൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. വെൽക്കം ടു സിനി പീഡിക. ആശീർവാദ് സിനിമാസിൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് റിലീസായിരിക്കുന്നത്. പ്രീമിയറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് മുമ്പോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും നമുക്കത് കണ്ണടച്ച് ഇത് ക്ലിക്ക് ചെയ്തിട്ട് ബാക്കിലോട്ട് ആക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. സംഗതി എന്തായാലും ആദ്യം തൊട്ട് ഓടുന്നുണ്ട്. 1 മിനിറ്റ് 50 സെക്കൻഡുള്ള ടീസറാണ് വന്നിരിക്കുന്നത്. ലെറ്റ്സ് റിയാക്ട്. ഇനി ഒന്നും പറയാനില്ല. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു. ഞങ്ങളുടെ കുടുംബം ശിഥിലമാക്കാൻ കേൾക്കുന്നത്. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഉറപ്പോടെ എന്നേക്കുമായി ആ അതിഥിയെ ഞങ്ങൾ മടക്കി അയച്ചു. സത്യത്തിൽ നമ്മൾ അയാളെ തിരിച്ചു കൊടുക്കുന്നത്, അയാൾ നമ്മളെ. ജനിച്ചപ്പം മുതൽ തുടങ്ങിയതാണ് എന്റെ വീട്. സ്വന്തം എന്ന് പറയാൻ ആരുമില്ലായിരുന്നു. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞാൻ സ്വന്തമാക്കിയതാണ് എന്റെ കുടുംബം. അത് തകരുമെന്ന് ഘട്ടം വന്നപ്പോ മുന്നും പിന്നും ചിന്തിക്കാതെ പ്രവർത്തിച്ചു പോയി. അതിനിടയിൽ ആരൊക്കെ വേദനിക്കുന്നെന്ന് ഞാൻ മനസ്സിലാക്കില്ല. ഇപ്പൊ പേടിയാ സാറേ. ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. The past never stays silent. Yes. And little boy. And ദൃശ്യം 3 is coming. ആ സാറേ വിളിയിലാണ് എൻ്റെ ഒരു ടെൻഷൻ. ഇത് ഏറ്റുപറച്ചിലായി വരുന്നൊരു ഡയലോഗായിരിക്കുമോ ഇതെന്നുള്ളത്. ഇതാണ് ആ പടത്തിൻ്റെ ഒരു ഫ്ലോ. ആ പടത്തിൻ്റെ ഫ്ലോയ്ക്ക് അനുസരിച്ചുള്ള ആ ഒരു ഫീലിനനുസരിച്ചുള്ള ടീസർ തന്നെ ഡെലിവറി ചെയ്തിട്ടുണ്ട്. സന്തോഷം. എത്ര ബാനറുകളല്ലേ. ലെറ്റ്സ് സീ, നമുക്ക് എന്തായാലും കാണാം. എന്തായാലും പടത്തിൻ്റെ ആ കളർ ടൂണും പരിപാടിയും കാര്യങ്ങളും ഒക്കെ ആ ഒരു പഴയ സിനിമേനെ തന്നെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. എനിക്കെന്തായാലും ടീസർ കണ്ടിട്ട് നമുക്കൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. വൻ പ്രതീക്ഷ തന്നെയാണുള്ളത്, അതിലൊന്നും ഒരു സംശയമില്ല. ഒരു തരത്തിലുള്ളൊരു ട്രോമ ആയിരിക്കും എന്നുള്ള കാര്യം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാരണം ആ ഒരു സെക്കൻഡ് പാർട്ടിലെ ആ ട്രോമ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം അതിൻ്റെ എക്സ്ട്രീം ലെവലിലേക്കാണ്. കാരണം ഒരുപാട് കടമ്പകൾ താണ്ടിയാണ് വന്നിരിക്കുന്നത്. ജോർജ് കുട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും കരകയറി ഒരു വിധത്തിൽ തൻ്റെ ജീവിതം കെട്ടിപ്പൊക്കി നമ്മളൊരു ഫാമിലിയൊക്കെ ആക്കി, ആ ഒരു ഫാമിലി അത്രയും സെക്യൂറാക്കി പുള്ളി അത്രയും വാല്യുബിളായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ക്ഷണിക്കപ്പെടാതൊരു അതിഥി കയറി വരുന്നത്.
അപ്പം സ്വാഭാവികമായിട്ടും ആ ഒരു പുള്ളിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുന്ന സമയത്ത് പുള്ളി ചെയ്തതിൽ ശരി മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. ഇതിനിടയ്ക്ക് അജയ് ദേവൻ പടം മേടിച്ചിട്ടുണ്ട്, അവിടെയും തേർഡ് പാർട്ട് ഇറക്കണമല്ലോ. അപ്പോൾ അവരാദ്യം ഇറക്കും, അത് കഴിഞ്ഞിട്ടേ നമ്മൾ ഇറക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഇറക്കിയിട്ട് അവരിറക്കത്തുള്ളൂ. നമ്മളെ ഇറക്കി അത് കഴിഞ്ഞിട്ട് OTT വന്നിട്ടേ അവർ അവരുടെ മെയിൻ പടം റിലീസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നടന്നു. എന്തായാലും സംഗതി നമ്മൾ റിലീസാക്കിയതിന് ശേഷം എനിക്ക് തോന്നുന്നു അവർ ഓഗസ്റ്റിലോ ഒക്ടോബറിലോ മറ്റോ ആണ് അവർ റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമയമുണ്ട്. എനിക്ക് തോന്നുന്നു തേർഡ് പാർട്ട് ഡയറക്റ്റ് ചെയ്യുന്നത് അജയ് ദേവൻ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എക്സ്ട്രാ ഇടി വല്ലതും കാണുമെന്നുള്ളതും പറയാൻ പറ്റിയല്ല. ജോർജ് കുട്ടി മറ്റേ സൈക്കിളിലോ ജീപ്പിലോ ഒക്കെ വലിയ ചേസിങ്ങോ ചാട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് അറിയത്തില്ല. എന്തായാലും ലെറ്റ്സ് സീ, ഒന്നും പറയാൻ പറ്റത്തില്ല. വേറെ കാര്യങ്ങളൊന്നും സംസാരിക്കാനില്ല. നിങ്ങൾക്ക് ടീസർ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ എത്രത്തോളം ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണെന്നുള്ളതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ റിയാക്ഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക, ഹൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇഷ്ടമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.